സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളോട് അമേരിക്ക, ഇസ്രയേൽ എന്നീ രാജ്യങ്ങളുമായി ചേർന്ന് ശക്തമായ ഒരു സഖ്യം രൂപീകരിക്കണമെന്ന് റിപ്പബ്ലിക്കൻ സെനറ്റർ ലിൻഡ്സെ ഗ്രഹാം. അമേരിക്ക ഇരു രാജ്യങ്ങളുമായും പ്രതിരോധ ധാരണ ഒപ്പുവെക്കാൻ തയ്യാറെന്നും സുരക്ഷ ഉറപ്പാക്കാമെന്നും അറിയിച്ചു. റിയാദിലെ അമേരിക്കൻ എംബസി ആക്രമിക്കപ്പെട്ട പശ്ചാത്തലത്തിൽ സുരക്ഷ ഉറപ്പാക്കാൻ ഇരു രാജ്യങ്ങളും അമേരിക്കയോടൊപ്പം നിൽക്കാൻ ബാധ്യസ്ഥരാണെന്നും അദ്ദേഹം പറഞ്ഞു. The Crown Prince has taken Saudi Arabia in a completely different direction in a good way. But here's what I want to say to Saudi Arabia tonight. I'm willing to do a mutual defense agreement with your country to give you protection in perpetuity. Under the agreement I've been pushing, and I hope we can continue to talk about, if you're attacked by Iran, we would go to war for you. To Saudi Arabia, our embassy was hit in Riyadh. Do you not have an obligation to join the fight with us? You have yet to do that. So if you do not believe the American embassy being attacked in Riyadh would trigger mutual self-defense. ഐസൻ ഗ്രഹാം പറഞ്ഞു വെക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് സൗദി അറേബ്യ അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളോട് ഈ അമേരിക്ക, ഇസ്രയേൽ രാജ്യങ്ങളുമായി ചേർന്ന് ഒരു ശക്തമായ സഖ്യം രൂപീകരിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ഈ സഖ്യം രൂപീകരിക്കാനുള്ള സാധ്യത അത് എത്രത്തോളമാണ്? ഇൻ കേസ് അത് രൂപീകരിക്കപ്പെട്ടാൽ അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരിക്കാം? അശ്വതി, നിലവിൽ നമുക്കറിയാവുന്നതാണ് UAE കൃത്യമായും ഈ ആക്രമണത്തിന്, അതായത് ഇറാൻ്റെ ആക്രമണത്തിന് തിരിച്ചടി നൽകണമെന്നൊരു നിലപാടുണ്ടായിരുന്ന രാജ്യമാണ്. നേരത്തെ നമുക്കറിയാവുന്നതാണ് ഈ നിലപാട് സ്വീകരിക്കുന്നതിന് മുൻപ് പ്രതിരോധിക്കുക, അതായത് അറബ് രാജ്യങ്ങളെല്ലാം തന്നെ പ്രതിരോധിക്കുകയാണ്, കാര്യമായി പ്രതിരോധിക്കുന്ന നീക്കങ്ങളാണ് നടത്തിയിരുന്നത്. ആക്രമണങ്ങളെല്ലാം നടന്നിരുന്നത് പ്രധാനമായും ഇസ്രയേലിൻ്റെയും അതുപോലെ തന്നെ അമേരിക്കയുടെയും ഭാഗത്തു നിന്നായിരുന്നു. ഇറാൻ്റെ ആക്രമണം, പ്രത്യാക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്കറിയാവുന്നതാണ് ഈ കേന്ദ്രങ്ങളിലെല്ലാമുള്ള അമേരിക്കയുടെ അസറ്റുകളെ, അമേരിക്കയുടെ സൈനിക സംവിധാനങ്ങളെയൊക്കെ ആ മേഖലയിൽ വിന്യസിച്ചിട്ടുള്ള സൈനിക സംവിധാനങ്ങളെയാണ് ലക്ഷ്യം വയ്ക്കുന്നത് എന്ന് പറയുകയാണെങ്കിലും സ്വാഭാവികമായും അവിടെ സിവിലിയൻസിനൊക്കെ അപകടം സംഭവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും അത് തുടർച്ചയായി അറബ് ലീഗ് ഉൾപ്പെടെ അതിനെ എതിർക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഈ അടുത്ത ദിവസങ്ങളിൽ ഉയർന്നു വരികയും ചെയ്തിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഗ്രഹാം ലിൻഡ്സെയുടെ ഈ നിർണായകമായൊരു ഇടപെടൽ അല്ലെങ്കിൽ ഒരു ആഹ്വാനം ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ് പല കാര്യങ്ങളിലും അവർ ഡൊണാൾഡ് ട്രംപിനെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ മാർഗ്ഗനിർദ്ദേശം നൽകുന്ന ഒരു വ്യക്തി കൂടിയാണ് ലിൻഡ്സെ ഗ്രഹാം എന്ന് പറയുന്ന സെനറ്റർ, മുതിർന്ന സെനറ്റർ കൂടിയാണ്. അദ്ദേഹം പറയുന്നത് UAEയും സൗദി അറേബ്യയും അമേരിക്കയും ഇസ്രയേലുമായുള്ള ആ സഖ്യത്തിൽ ധാരണയിലെത്തുകയും ആ ധാരണയിലെത്തി നടപടികളിലേക്ക് വരികയും ചെയ്യണമെന്നാണ്. യുദ്ധധാരണയിലെത്തണമെന്നൊരാവശ്യമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അങ്ങനെ യുദ്ധധാരണയിലെത്തുകയാണെങ്കിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിനും അതുപോലെ തന്നെ നേരത്തെ നമുക്കറിയാവുന്നതാണ് റിയാദിലെ അമേരിക്കൻ എംബസി ആക്രമിച്ചൊരു സാഹചര്യമുണ്ട്. അത്തരത്തിലുള്ള ആക്രമണങ്ങൾ തെറ്റെന്ന് കരുതുന്നുണ്ടെങ്കിൽ ഇത്തരം ഒരു ധാരണയിലേക്ക് എത്താനുള്ള ഏറ്റവും മികച്ച അവസരമാണ് ഇപ്പോൾ ഉള്ളതെന്നും അല്ലാത്ത പക്ഷം ആ ധാരണയിലെത്തിയില്ലെങ്കിൽ അങ്ങനെയൊരു സാധ്യത ഇനി ഉണ്ടാകാനുള്ള മറ്റൊരവസരമില്ല എന്നൊരു നിലപാടാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് UAEയുടെ തിരിച്ചടിക്കണമെന്നൊരു ആഹ്വാനത്തെ അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു നിലപാടിനെ ചേർത്ത് പിടിച്ച് കൃത്യമായി അമേരിക്കയിലെ ഇത്തരം കാര്യങ്ങളിൽ കാര്യമായ ഇടപെടൽ നടത്തുന്ന ഒരു ഇൻഫ്ലുവൻസർ എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ ഇടപെടൽ നടത്തുന്ന ഒരു വ്യക്തി കൂടിയായ ലിൻഡ്സെയുടെ ഭാഗത്ത് നിന്ന് ഈ നിലപാടുണ്ടാകുന്നത് ഏറ്റവും നിർണായകമായ ഒരു നീക്കം തന്നെയാണ്, രാഷ്ട്രീയ നീക്കം തന്നെയാണ്. ഒരു അന്താരാഷ്ട്ര ഇടപെടലും കൂടിയായി മാറാനുള്ളൊരു സാധ്യത അതിനുണ്ട്. അതുകൊണ്ട് തന്നെ ട്രംപിനെ ഒരു പരിധിവരെ നിയന്ത്രിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്ന അല്ലെങ്കിൽ ട്രംപിൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നൊക്കെ പറയാവുന്ന ഈ വ്യക്തിയുടെ ചില നിലപാടുകൾ ഇത്തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. സ്വാഭാവികമായും UAEയെയും സൗദി അറേബ്യയെയും ചേർത്ത് ഇറാനെതിരെ തിരിയാനുള്ളൊരു നീക്കത്തിലെ താങ്കൾ തയ്യാറാണ് എന്ന് കൃത്യമായി അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. അത്തരമൊരു സാധ്യത ഉണ്ടാകുകയാണെങ്കിൽ അത് വലിയ ആഘാതങ്ങൾ സൃഷ്ടിക്കാനുള്ള പശ്ചാത്തലം ഒരുങ്ങുമെന്ന കാര്യത്തിലും തർക്കമില്ല. അശ്വതി, ശരി ഐസൻ, അത് തന്നെയാണ്. എന്തായാലും അമേരിക്കയും ഇസ്രയേലുമായി സൗദി അറേബ്യയുടെ അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളുമായി ചേർന്നൊരു ശക്തമായ സഖ്യം രൂപീകരിക്കണമെന്നാണ് ലിൻഡ്സെ ഗ്രഹാം പറയുന്നത്. അതാണ് ഐസനും പറഞ്ഞത്.